ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയുടെ പേരാണ് മഞ്ഞുമേൽ ബോയ്സ്. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പ്ലനേഷനാണ്. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോസിനെയാണ്. നമ്മുടെ ഹീറോസും വേറൊരു ഗ്യാങ്ങും കൂടി അവിടെ ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ ഒരു ഭയങ്കര ഫൈറ്റാന്ന് വെച്ചാൽ ഭയങ്കര ഫൈറ്റ്. വടംവലി മത്സരത്തിൽ തോറ്റു വേണ്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അവർ അങ്ങനെ ലാസ്റ്റ് അവർ തീരുമാനിച്ചു നമുക്ക് വടംവലി മത്സരം നടത്താം, ആര് ജയിക്കും നോക്കാൻ പറഞ്ഞു. വടംവലി മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോസ് വടംവലി മത്സരത്തിൽ തോറ്റു. ഹീറോ മാക്സിമം ശ്രമിച്ചു ഹീറോസ് വലിക്കാനൊക്കെ, പക്ഷേ അവർ നമ്മളെ തോറ്റു ബൈ ഗസ്. അവർ തോറ്റ വിഷമത്തിൽ നിൽക്കുമ്പോൾ പിറ്റേ ദിവസം നമ്മളുടെ എതിർ ടീമില്ല അവർ ടൂർ പോയ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഹീറോസ് കണ്ടു. സ്റ്റുഡിയോയിൽ നിന്ന് വെച്ചിട്ട് അവർക്ക് സ്റ്റുഡിയോക്കാർ കൊടുത്താണ്. അപ്പോൾ ആ ഫോട്ടോസ് നോക്കി നമുക്കും ഇന്ന് ഇതുപോലെ ടൂർ പോകണം, നമ്മൾ പോയിട്ടുണ്ടല്ലോ, ഫോട്ടോസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ നേരെ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയി. അപ്പോൾ ട്രിപ്പ് പോയി അവിടെ കുറേ ഫോട്ടോസ് എടുക്കണം പറഞ്ഞിട്ട് അവിടുത്തെ പോയി ക്യാമറയൊക്കെ സെറ്റാക്കി അവർ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഒരു കടയിൽ പോയി അവർ ഫുഡ് കഴിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു വൈകുന്നേരം വരുമ്പോഴും ഞങ്ങൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വയ്ക്കാം, നിങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ശരി പറഞ്ഞു. അവർ ട്രിപ്പ് പോയ സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ശരിക്കും എല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഗുണ കേവ് ഉണ്ട്, ഒരു കേവ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അവർ ഗുണ കേവിലേക്കൂട്ട് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗുണ കേവിലിട്ട് പോവാം, ഗുണ കേവ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എല്ലാവരും പോകണതാണ്. അപ്പോൾ അവിടെ വാണ്ടഡ് ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് കേൾക്കാണ്ട് ഗുണ കേവിലോട്ട് പോയി. അപ്പോൾ എല്ലാവരും അവിടെ ഗുണ കേവിൽ സന്തോഷമായിട്ട് കളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള കമ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ ചാടി മറന്നൊക്കെയാണ് അവർ പോകുന്നത്. അങ്ങനെ അവസാനം അവർ മഞ്ഞുമേൽ ബോയ്സ് എഴുതിയിട്ട് എല്ലാവരും കൂടി മേലെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ മേലേക്ക് എല്ലാവരെയും വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഇങ്ങനെ നടന്നു വരുമ്പോൾ അങ്ങനെ ആ കുഴി വീണു. അപ്പോൾ ഇതാണ് ആ കുഴി. ഭയങ്കര ആഴമാണ് പറഞ്ഞാൽ ഭയങ്കര ആഴമാണ്, പക്ഷെ അത് ഇവർക്ക് അറിയില്ല. പക്ഷെ വലിയൊരു കുഴിയാണ്, ഭയങ്കര ആഴമുള്ളത്. അപ്പോൾ എല്ലാവരും ഇവർ സുഭാഷ് എന്ന് വിളിച്ചു. വീണപ്പോൾ ഇവർ സുഭാഷ് കളിപ്പിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സുഭാഷേ അങ്ങനെ നില വിളിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ചെറിയ കുഴിയല്ലെന്ന്. അപ്പോൾ അവർ ഹെൽപ്പിനായിട്ട് മറ്റേ നമ്മൾ ഫസ്റ്റ് കണ്ടില്ല ഒരു ചായക്കടത്താൻ, അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഹെൽപ്പ് പറയും. അപ്പോൾ അയാൾ പറയും ഇത് ഗുണാക്കിയ വണ്ണത്തിനകത്ത് വീണ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോള് ആ മോള് പറയാം നിങ്ങൾ അച്ഛപ്പോ അവർ പിള്ളേരല്ലേ, അവർ പേടിച്ചിരിക്കുകയാണ്, അച്ഛൻ ഒന്ന് പോയി നോക്ക് എന്നെല്ലാം പറയും. അപ്പോൾ നീ വെളിയിൽ പോയി പഠിച്ചാണ്, നിനക്കൊന്നും അറിയില്ല പറയും. എന്നിട്ട് അയാൾ ശരി കൊണ്ട് പോവും. അപ്പോൾ ഈ ഗുണാക്കേവിൻ്റെ അകത്ത് വന്ന് അയാൾ കുഴിയും അവിടെ ഒക്കെ നോക്കും അദ്ദേഹം. പക്ഷെ അയാൾ വലിയ ആഴമുള്ള കുഴിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല പറയും. അപ്പോൾ കുറച്ച് അയാളിനെ പോലീസിനെ വിളിക്കാൻ അയച്ചു വിടും. കുറച്ച് പേര് ഇവിടെ കാവലിൽ നിൽക്കും. പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ പോയി. പോലീസ് പറഞ്ഞു ആ കുഴിപ്പെട്ടവർ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. 13 പേര് ഇതുവരെ പെട്ടിട്ടുണ്ട് പറഞ്ഞു. ഒരു മിനിസ്റ്ററിൻ്റെ മകൻ വരെ പെട്ടിട്ടുണ്ട്, എന്നിട്ട് രക്ഷപ്പെട്ടില്ല പറഞ്ഞു. പോലീസ് എല്ലാവരും കൂടി ഇവരെ തള്ളിയിട്ട് വന്ന് അടിച്ചു. പക്ഷെ ഇവർ കരഞ്ഞ് കാല് പിടിച്ച് അവസാനം ഒരു കോൺസ്റ്റബിൾ നോട്ടു. അയാളാണെങ്കിൽ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അങ്ങനെ ഇവർ സുഭാഷിനെ വിളിച്ചപ്പോൾ അവൻ അനക്കമുണ്ട്. അപ്പം സുഭാഷിന് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ ഫയർഫോഴ്സിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം അങ്ങനെ വഴിയില്ലാണ്ട് അവരെല്ലാവരും ഫയർഫോഴ്സിനെ എല്ലാവരും വിളിച്ചു. ഫയർഫോഴ്സൊക്കെ വന്ന് കുറേ കയറിറക്കി നോക്കി. സുഭാഷ് പിടിക്കാൻ വേണ്ടി കേൾക്കില്ല. അപ്പോൾ സുഭാഷിനെ പറ്റുന്നില്ല. അപ്പോൾ കുട്ടേട്ടൻ കയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു, കെട്ടിയിട്ട് കുഴിയിൽ താഴേക്ക് ഇറങ്ങാമെന്ന് കുട്ടേട്ടൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വേണ്ട പറഞ്ഞു. പക്ഷെ എന്നാലും ഇറക്കി. അങ്ങനെ കുട്ടേട്ടൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ പോകുമ്പോൾ അവിടെ ഫുൾ ഇരുട്ടാണ് പറഞ്ഞു, ചുറ്റും അങ്ങനെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ എല്ലാവരും വേണാമിട്ടാണ് ഇറക്കണത്, എന്നാലും അവ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇരുട്ടാണ്. അങ്ങനെ മൊത്തം ഇരുട്ടാന്ന് വെച്ചാൽ ഒന്നും കാണില്ല, ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ, സൈഡൊന്നും കാണാൻ പറ്റാനുള്ള. അപ്പോൾ അങ്ങനെ ഇറക്കി പതുക്കെ ലൂസ് ചെയ്ത് അങ്ങനെ ഇറക്കുകയാണ്. ഫയർഫോഴ്സിൽ ആരും ഇറങ്ങില്ല പറഞ്ഞു, അതുകൊണ്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാറകളിൽ പിടിച്ചും സൈഡൊക്കെ പിടിച്ചും അങ്ങനെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അപ്പോൾ ഫയർഫോഴ്സ് നന്നായി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ കയർ കഴിഞ്ഞു. അങ്ങനെ 125 അടിയാണ് കയർ. അങ്ങനെ ആ കയർ കഴിഞ്ഞു. അപ്പോൾ കയർ കഴിഞ്ഞു. ഇനി താഴേക്ക് ഇറക്കുന്ന റിസ്ക് ആണ്, ശ്വാസം പോലെ കിട്ടാണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി താഴേക്ക് ഞാൻ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ കയറ്റയച്ച് താഴേക്ക് ചാടാൻ പറഞ്ഞു. വേറെ വഴിയൊന്നും ഇല്ലാണ്ട് ഇവർ വേറൊരു കയറും കൂടി കെട്ടി പിന്നി കെട്ടി എന്ന് പറയും. അങ്ങനെ കെട്ടി വേറെ കയറും കൂടി കെട്ടി അങ്ങനെ താഴോട്ടേക്ക് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ സുഭാഷിനെ കണ്ടു. കുറേ ദൂരം പോയി, കുറേ അടികളിൽ താഴ്ച പോയപ്പോൾ നമ്മുടെ സുഭാഷിനെ നമ്മൾ കുട്ടാടൻ കണ്ടു. എന്നിട്ട് സുഭാഷിൻ്റെ മേലത്തെ കയറ് കെട്ടാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പിന്നെയും കയറ് കഴിഞ്ഞു. അപ്പോൾ പിന്നി കെട്ടിയിട്ട് താഴത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ വേറൊരു കയറ് കൊണ്ട് സുഭാഷിനെയും ഈ കുട്ടാട്ടനെയും കൂടി കുട്ടാടൻ കെട്ടിയിട്ട് അവരുടെ അടുത്ത് മേലേക്ക് വലിക്കാൻ പറയാണ്. അപ്പോൾ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു കെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്, അത് നമ്മൾ കുട്ടാടൻ മറന്നു. പക്ഷേ കുഴപ്പമില്ല പറഞ്ഞാൽ അങ്ങനെ കെട്ടി വലിക്കുകയായിരുന്നു. അങ്ങനെ വലിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാറിൻ്റെ സൈഡ് കുടുങ്ങി. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വലിച്ചു. എന്നിട്ടും അവിടെ കുടുങ്ങി കിടന്ന് അവിടെ നിന്ന് വലിക്കാൻ പറ്റണില്ല. ഒരു കല്ലാണ് ഇടയിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് വലിക്കാൻ പറ്റണില്ല. അപ്പോഴേക്കും ഒരു ഫ്രണ്ട് വന്നിട്ട് ലൂസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ലൂസ് എടുക്കാൻ റെഡി ആയതാണ്. അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ട് ബാക്കിലേക്ക് വലിക്കും. ബാക്കി നിങ്ങൾ കാണും. അதையும் தாண்டி புனிதமான സിനിമയുടെ ലാസ്റ്റ് ആയപ്പോൾ സുഭാഷിൻ്റെ അമ്മേൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അമ്മ വന്ന് കൂട്ടുകാരൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അതോടെ സിനിമയും കഴിഞ്ഞു.